എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ഇത് മൂന്നും മാത്രമല്ല മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും ഒരു ഭയങ്കര സൈഡ് വേയിലൂടെയാണ് ട്രേഡിംഗ് നടന്നത്. സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ഡൗൺ മോഡിലായിരുന്നു, ഒരു ഡൗൺ സൈഡിലേക്ക് ചെറുതായിട്ട് വന്നു. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോക്കൂ, നമ്മൾ 5 മിനിറ്റ്സ് ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഒരു സൈഡ് വേ. അതുമാത്രമല്ല ഇന്നലത്തെ ലെവലിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇന്നലത്തെ ആ അളവിൽ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ആ അളവിൽ തന്നെയാണ് ഇന്നും നിഫ്റ്റിയിൽ നടന്നിരിക്കുന്നത്. അതേസമയം സെൻസെക്സ് എടുത്താലും സെയിം, ഒരു മാറ്റവുമില്ല. ഇന്നലത്തെ ആ പ്രീവിയസ് ലോയും പ്രീവിയസ് ഹൈയും നമ്മൾ മാർക്ക് ചെയ്ത് അതിന് താഴെയോ മേലെയോ ഇന്ന് ബ്രേക്കൗട്ട് നടത്തിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കാമെന്നാണല്ലോ പറഞ്ഞത്. നമുക്ക് അത് സേവ് ചെയ്ത് നമുക്ക് കാണാം. ടോട്ടലി ഇന്നലത്തെ അതേ അളവിലാണ് സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് ട്രേഡായിരിക്കുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യത്തെ 1 അവർ ഒരു നല്ല വണ്ണം താഴത്തേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഒരു സൈഡിലേക്ക് 550 പോയിൻറ്റോളം താഴെ വന്നതിന് ശേഷമാണ് പിന്നീട് ഒരു സൈഡ് വേയിലൂടെ ട്രേഡിംഗ് ആയത്. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലെവലുകൾ നോക്കാം. നമ്മുടെ ലെവലുകൾ ഒന്നും തന്നെ ആക്റ്റീവ് ആയിട്ടില്ല. പലരും വിചാരിക്കുന്നുണ്ടാവും 2 ലെവൽ തന്നിട്ടുണ്ട് 5 മിനിറ്റ്സിൽ, അതേപോലെ 1 അവർ 50 മിനിറ്റ്സിലൊക്കെ, അത് രണ്ടും ആക്റ്റീവ് ആയിട്ടില്ല എന്നൊക്കെ. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. ഈ ഒരു മാസം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു 4-5 ദിവസം മാർക്കറ്റ് ഇതുപോലെ സൈഡ് വേയിലൂടെ പോകും. മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ മാർക്കറ്റ് ട്രേഡിംഗ് ആവും, താഴെ മേലെ എന്ന് പറഞ്ഞ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പ്രോഫിറ്റ് എടുത്ത ദിവസങ്ങളായിരുന്നു. ഈ മാസം ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള സൈഡ് വേ മാർക്കറ്റുകളും നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം, ഇന്നലെ അതേപോലെ വെള്ളിയാഴ്ച, ഈ 2 ദിവസങ്ങളിൽ ഒരു ഗ്യാപ്പപ്പ്, ഒരു ഹ്യൂജ് ഗ്യാപ്പപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു സൈഡ് വേയിലൂടെയാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലും ട്രേഡ് കാര്യമായി എടുക്കാൻ പറ്റിയില്ല. ഇനി മാത്രമല്ല, നമ്മൾ ഈ മാർക്കറ്റിന് വേണ്ടി ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് ട്രേഡ് എടുത്താലും നമുക്ക് ലോസ് ആയിരിക്കും. ഉദാഹരണം ഇന്നും ഇന്നലേക്ക് അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു 4-5 ട്രേഡ് എടുക്കുമ്പോൾ 2-3 പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇന്നലെയും ഇന്നും. ഇത്തരം ദിവസങ്ങളിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ക്ലയൻസ് വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് അത്യാവശ്യം ഒരു 50 അല്ലെങ്കിൽ ഒരു 70% സ്കോപ്പുള്ള സിഗ്നലുകൾ നൽകുന്നത്. പക്ഷേ അതും പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 പോയിൻ്റ് നമ്മൾ ടാർഗറ്റ് വയ്ക്കുകയാണെങ്കിൽ 6-7 പോയിൻ്റൊക്കെ പോകുന്നുണ്ട്. ടാർഗറ്റിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രം. പക്ഷേ ആ ടാർഗറ്റിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ അതിവേഗം താഴത്തേക്ക് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നത് കൊണ്ട് നമുക്ക് ഇന്നൊക്കെ രണ്ട് ട്രേഡ് ഒന്നും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. പരമാവധി ഇത്തരം മാർക്കറ്റിൽ ഇനി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളും സഹകരിക്കുമെന്ന് കരുതുകയാണ്. ഇന്നലെ പറഞ്ഞ ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു ഇന്നലത്തെ അതേ ലെവലുകളിൽ തന്നെയാണ്. ഇന്നലത്തെ ഹൈയും ലോ ആണ് നമ്മൾ മാർക്ക് ചെയ്ത്, അതുതന്നെ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി നാളെ നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. കാരണം നാളെ ഇതിനകത്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. നാളെ ബുധനാഴ്ചയാണ്. നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ ലെവലുകൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതേസമയം സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സിലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ലെവലുകളിൽ ഒരെണ്ണം 52,340 മുകളിലാണ് ഹൈ പറഞ്ഞത്, അപ്സൈഡിലേക്ക് പറഞ്ഞത്. പക്ഷേ ഇത് ഒരു അപ്സൈഡിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അത് ഗ്യാപ്പപ്പ് ഓപ്പണിങ് ചെയ്തതിന് ശേഷം താഴേക്ക് വരികയാണ് ചെയ്തത്. ആ ഒരു 1 അവർ ഹ്യൂജ് ഡൗൺ സൈഡിലേക്ക് 550 പോയിൻറ്റോളം താഴെ വന്നതിന് ശേഷം യാതൊരു അനക്കവും ഇല്ലാതെ തുടരുകയായിരുന്നു. അപ്പോൾ ഈ 3 ഇൻഡെക്സുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകളൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാളേക്ക് ഏതെല്ലാം ലെവലുകൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ
ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്. ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. പ്രിയമുള്ളവരെ, ഒരു മാസത്തെ ട്രേഡിംഗ് കണക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു 4-5 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ 4-5 ദിവസം ഇതുപോലെ സൈഡ് വേയിലൊക്കെ വരും. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇനി ട്രേഡ് എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് നിങ്ങളിലേക്കും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പലരും നമ്മളിപ്പോൾ ഒരു ട്രേഡിംഗ് ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് എടുക്കാനുള്ള ഒരു സജഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു പ്രയാസമായിട്ട് തോന്നും എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു 70 അല്ലെങ്കിൽ ഒരു 80% സാധ്യതയുള്ള ട്രേഡുകളൊക്കെ ഇന്ന് നൽകിയത്, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ നൽകാൻ കാരണം. പക്ഷേ നമ്മുടെ മാന്യരായ മെമ്പർമാരൊക്കെ പലരും പറഞ്ഞു, ഇത് വിശ്വസിച്ചുകൊണ്ട് ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. ഇതൊരു ഉപജീവന മാർഗമായിട്ട് ഒത്തിരി പേരുണ്ട്. അവർക്ക് ഇത്തരം ദിവസങ്ങളിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾ സജഷൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഞങ്ങൾ എടുക്കും. എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസിലേക്ക് പോകും മാർക്കറ്റ്. അപ്പോൾ ബാഡാണോ ഗുഡാണോ എന്നൊന്നും ഞങ്ങൾ നോക്കാൻ നിൽക്കില്ല എന്നാണ്. തീർച്ചയായും. കാരണം ഇത്തരം മാർക്കറ്റിൽ പരമാവധി ഇനി വിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ 10-20 ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു 3-4 ദിവസം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള മാർക്കറ്റിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. അതിന് നിങ്ങളുടെ കൂടെ സഹകരണം ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഇന്നലത്തെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞു, നമുക്കൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞ് നമുക്ക് 24,120 താഴെ എൻട്രി എടുത്ത് വരാം. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നാളെ ഞാനൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇപ്പോൾ 24,190 സ്പോട്ട് റേറ്റ്, അതായത് ക്ലോസ് റേറ്റ്. 24,120 താഴെയാണ് നമ്മൾ എൻട്രി നാളെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അഥവാ ഇതിന് താഴെയാണ് ഡൗൺ സൈഡാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ 15 മിനിറ്റ്സിലേക്ക് മാറ്റിയിട്ട് നെക്സ്റ്റ് സപ്പോർട്ടൊന്ന് മാർക്ക് ചെയ്യുക. 24,000 എന്നുള്ള ഇതാണ്. 24,000 സെക്കൻഡ് സപ്പോർട്ട്. അതും ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. ഈ ലെവലിന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതിന് താഴെ നാളെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് താഴേക്ക് പോയാൽ മതിയാവും. ഇനി അഥവാ തീർച്ചയായും മുകളിലേക്ക് തന്നെയാണ് വീണ്ടും മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ 24,190 24,350 പറയുമ്പോൾ 150 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. ഒരു പക്ഷേ ഇതിന് മുകളിൽ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി ബൈ ചാൻസ് മാർക്കറ്റാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഗ്ലോബൽ ന്യൂസ് എന്തെങ്കിലും പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും 200-300 പോയിൻ്റൊക്കെ ഗ്യാപ്പ് അപ്പിൽ, ഇന്നലെയൊക്കെ നോക്കിയോ 350 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണല്ലോ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്കതൊന്നും കരുതിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 1 അവറിൽ അല്ലെങ്കിൽ 15 മിനിറ്റ്സിൽ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ എൻട്രി എടുത്ത് പോകുന്നതായിരിക്കും. 24,530 മുകളിൽ കുറച്ചുകൂടെ താഴെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഇത് പറയുമ്പോൾ 24,350 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഗ്യാപ്പായി. ഈ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് 24,440 മുകളിൽ 1 അവറിലോ അല്ലെങ്കിൽ 15 മിനിറ്റ്സിലോ എൻട്രി എടുത്ത് പോകാം. 5 മിനിറ്റ്സിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 24,350 ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്തു പോകാം. അപ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. നാളെ ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, നമുക്ക് അടുത്തത് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഒരു 550 പോയിൻ്റ് ഡൗൺ സൈഡ് 1 അവറിൽ വന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ 5 മിനിറ്റ്സിൽ അത്രത്തോളം ഈ ഇന്നത്തെ പ്രീവിയസ് ആയി മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. 51,780 താഴെ 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കാം. അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുത്ത് പോകാൻ കഴിയും. 52,370 മുകളിൽ. കാരണം 52,178 ഇപ്പോൾ സ്പോട്ട് റേറ്റ്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 52,367 എന്ന് പറയുമ്പോൾ ഒരു
190-200 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ താഴത്തേക്കും അത്യാവശ്യം ഡിഫറൻറ്റ് ഉണ്ട്. 52,150 പറയുമ്പോൾ 51,780 400 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 5 മിനിറ്റ്സിൽ 51,780 എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കാം. 51,940 താഴെ. ഓക്കെ, 51,940 താഴെ എൻട്രി എടുത്ത് വരാം. ഇനി ഇതിന് പുറത്താണ് നാളെ ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ഈ ലെവലുകൾ മാർക്ക് ചെയ്യാം. 51,772 52,554. ഇത് 50 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 1 അവറിൽ. ഈ ക്യാൻഡിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 15 അല്ലെങ്കിൽ 1 അവർ ക്യാൻഡിൽ. അതിലാണ് 52,554 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത ആൾ എൻട്രി അടിക്കേണ്ട ആവശ്യമുള്ളൂ. അതേസമയം 5 മിനിറ്റ്സിൽ ഇതിന് പുറത്ത് നാളെ ഓപ്പൺ ചെയ്താലും ഈ ലെവലുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ നിങ്ങൾ വരച്ചോളൂ. നാളെ ഇത് വെച്ച് വാച്ച് ചെയ്യാം. ഏതായിരുന്നാലും നാളെ ഈ ഒരു അകത്താണ് ഓപ്പൺ ആവുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് സെൻസെക്സ് ആണ്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 20 പോയിൻ്റ് 30 പോയിൻ്റൊന്നും സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവില്ല. കാരണം സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നതെങ്കിലും സെൻസെക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 30 സ്റ്റോക്കുകൾ അടങ്ങിയതാണ് ഈ ഇൻഡെക്സ്. പക്ഷേ ഈ 30 സ്റ്റോക്കുകളും ഹൈ വാല്യൂ സ്റ്റോക്കുകളാണ്. പെട്ടെന്ന് തന്നെ മൂവിങ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് ഇത്. ഹൈ വോളിയം സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് ഈ ചെറിയ സ്റ്റോപ്പ് ലോസ് വളരെ ബുദ്ധിമുട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ 80,000-ലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 79,774 770 താഴെ നാളെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ എൻട്രി എടുത്ത് വരാം. അതേസമയം അപ്സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ്സിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുന്നുണ്ട് 5 മിനിറ്റ്സിൽ 80,220 മുകളിൽ. ഇത് 5 മിനിറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ 15 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ 1 അവറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇന്നത്തെ ലോയും ഇന്നത്തെ ഹൈയും മാർക്ക് ചെയ്യാം. ലോ ഇത് തന്നെയാണ്. ലോ ഇത് അല്ല. ലോ നമുക്ക് അടുത്ത സപ്പോർട്ട് ചെക്ക് ചെയ്യണം. അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് അടുത്ത മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 79,420 അല്ലെങ്കിൽ 400 ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വേറെ രക്ഷയില്ല. അതിന് മുകളിൽ എവിടെയെങ്കിലും എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാത്തൊരു ബാധ്യതയായി മാറും. അതുകൊണ്ട് 79,420 വരെ വെയിറ്റ് ചെയ്യുന്നതന്നെയാണ് ഉചിതം. അപ്പോൾ 1 അവറിൽ അല്ലെങ്കിൽ 15 മിനിറ്റ്സിൽ 79,420 വരെ വെയിറ്റ് ചെയ്യാം. അതേപോലെ മുകളിലേക്കാണെങ്കിൽ 80,490 മുകളിലും. അതേസമയം 5 മിനിറ്റ്സിൽ നമുക്ക് 80,200 ഇപ്പോൾ 80,000-ലാണല്ലോ, ഒരു 215 പോയിൻ്റ് ഡിഫറൻറ്റ് അപ്പ് സൈഡിലേക്കുണ്ട്. അതേപോലെ ഡൗൺ സൈഡിലേക്ക് ഒരു 225 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. അപ്പോൾ 5 മിനിറ്റ്സ് നമുക്ക് നാളെ ഈസിയായി ട്രേഡ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതേസമയം നാളെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു W പാറ്റേൺ ആണ് കാണുന്നത്. W പാറ്റേൺ പൂർണ്ണമായിട്ടില്ല. നാളെ തിരിച്ച് ഒരു ഗ്യാപ്പ് അപ്പാണെങ്കിൽ നാളെ സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും നാളെ മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്നിട്ടായിരിക്കാം തിരിച്ച് പോകാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ട്രേഡിംഗ് പ്ലാനുകൾ മാറ്റാം. ഏതായിരുന്നാലും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചാർട്ട് മാർക്ക് ചെയ്തുകൊണ്ട് കറക്റ്റായ സമയത്ത് എൻട്രി എടുത്ത് പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.